Page number 18. Daily life. Listen. Early humans lived in small groups. Each group had a leader. Generally, the eldest or the strongest member of the group was made its leader. Each person of the group was given a specific task. Some looked after the animals, others cultivated fields, and still others made tools and pots. Early humans lived in a small groups. ചെറിയൊരു ഗ്രൂപ്പ് ആയിട്ടാണ് അവർ താമസിച്ചിരുന്നത്. ഈച്ച് ഗ്രൂപ്പ് ഹാസ് എ ലീഡർ. ഒരു ഗ്രൂപ്പിന് എന്തുണ്ട്? ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെ ലീഡറെ തിരഞ്ഞെടുക്കാന്നറിയോ? ജനറലി the eldest or the strongest member of the group was made its leader. ആ ഗ്രൂപ്പിലെ മൂത്തയാളെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളെയാണ് അവര് ലീഡറായി തിരഞ്ഞെടുക്കുക. പിന്നെ മാത്രല്ല each group has a task. A leader have given a task to each group, such as pottery making, rearing animals, cultivated fields, etc. are the tasks. Okay. അപ്പൊ ഇവർ താമസിച്ച early human beings lived in a ഗ്രൂപ്പുകളായി താമസിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡർ ഉണ്ടാവും. ലീഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ഗ്രൂപ്പിലെ മുതിർന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയ വ്യക്തി ആയിരിക്കും. ഓരോ ഗ്രൂപ്പിനും ലീഡർ ഓരോ ടാസ്ക് കൊടുക്കും. അത് ഒന്നുകിൽ പശുവിനെ വളർത്തുക, അല്ലെങ്കിൽ പോട്ടറി നിർമ്മാണം, അല്ലെങ്കിൽ കൾട്ടിവേഷൻ, ഇതൊക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന ജോലി. ഒരു ഗ്രൂപ്പിന് ഏത് ജോലിയാണോ കിട്ടുന്നത് അത് അവർ ചെയ്തിരിക്കണം. Okay. Once humans began producing things in surplus, they started exchanging these with the other groups. This early form of trade must have taken place through barter. Singing, dancing, and painting must have been popular modes of entertainment. അവരെന്ത് ചെയ്തു? അവർക്ക് എക്സ്ചേഞ്ചിങ് അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം, ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഒരു ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്സ് എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൊടുക്കും. അല്ലെ? അവരിപ്പം റൈസ് കൾട്ടിവേറ്റ് ചെയ്താൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ അവർ കൊടുക്കും. അങ്ങനെ ബാർട്ടർ സമ്പ്രദായം അവർ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ ബാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങിക്കാം. ഇപ്പൊ ഹെവൻ റൈസ് ആണ് കൾട്ടിവേറ്റ് ചെയ്തതെങ്കിൽ ഹെവൻ ആ റൈസ് കൊടുത്ത് മറ്റുള്ള ആള് പ്രൊഡ്യൂസ് ചെയ്ത ടാപ്പിയൊക്കെ തിരിച്ചു വാങ്ങിക്കാം. ഒരു സാധനം കൊടുക്കുക, ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുത്ത് എക്സ്ചേഞ്ചിങ്, ദാറ്റ് ഈസ് ബാർട്ടർ. ഓക്കെ. സിംഗിങ്, ഡാൻസിങ് ആൻഡ് പെയിന്റിങ്. സിംഗിങ്ങും ഡാൻസിങ്ങും പെയിന്റിങ്ങും ഒക്കെ അവർ എന്റർടൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോഡ്സ് ആയിരുന്നു. They used different modes of entertainment such as painting, singing, dancing, etc. Okay. ഇതായിരുന്നു ഏർലി ഹ്യൂമൻസിന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്തത് ചൽക്കോലിത്തിക് ഏജ്. എന്താ ചൽക്കോലിത്തിക് എന്ന് പറഞ്ഞാല്? ചൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാല് കല്ലും ചെമ്പില്ലേ, കല്ലും ചെമ്പും, സ്റ്റോണും കോപ്പറും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. കോപ്പറും ചെമ്പും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മള് ചൽക്കോലിത്തിക് ഏജ് എന്ന് പറയാം. എന്താ ചൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാല്? കോപ്പറും സ്റ്റോണും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. കോപ്പറും സ്റ്റോണും ഒരുപോലെ ഉപയോഗിച്ചിരുന്നത്. Around 6000 years ago, humans started using copper along with stone tools. They made tools of copper which were much longer than those of stone. Since both stone and copper were used, this period is called the Chalcolithic Age, that is Copper Stone Age. It was a short 4000 to 2000 BCE, yet an important period in the life of humans because it marked a change from the use of stones to metals. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റോണും കോപ്പറും ഒരുപോലെ യൂസ് ചെയ്യുന്ന കാലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ചൽക്കോലിത്തിക് ഏജ് എന്ന് പറയാം. Chalcolithic age also known as Copper Stone Age. Other name of Copper Stone Age is Chalcolithic Age. Chalcolithic age also known as Copper Stone Age. Okay. 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് ഉപയോഗിച്ച് തുടങ്ങി. along with the stone tools. കല്ലിന്റെ ടൂൾസിനോടൊപ്പം സ്റ്റോണിന്റെ ടൂൾസിനൊപ്പം ചെമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ കോപ്പർ കൊണ്ടുള്ള ടൂൾസും അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം
They made tools of copper which were much longer than those of stone. കല്ലുകൾ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ കല്ലുകളുടെ സ്റ്റോൺ ടൂൾസിനെക്കാട്ടിലും വലിപ്പത്തിലുള്ള കോപ്പർ ടൂൾസ് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തെയാണ് സിൻസ് ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ were used. കല്ലിന്റെ ടൂൾസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം അവര് കോപ്പറിന്റെ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ സിൻസ് ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ were used, this period is known as Chalcolithic age. അതുകൊണ്ട് ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ചൽക്കോലിത്തിക് ഏജ് എന്ന് പറയാ. സ്റ്റോണും കോപ്പറും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. അപ്പൊ ചൽക്കോലിത്തിക് ഏജിന്റെ മറ്റൊരു പേരാണ് എന്ത്? കോപ്പർ സ്റ്റോൺ ഏജ്. ചൽക്കോലിത്തിക് ഏജ് ഓൾസോ നോൺ ആസ് കോപ്പർ സ്റ്റോൺ ഏജ്. കോപ്പറും സ്റ്റോണും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. ഓക്കെ, യെസ്, മനസ്സിലായില്ലേ? എന്താ ചൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാല്? ചൽക്കോലിത്തിക് ഏജിന്റെ മറ്റൊരു പേരെന്താ? കോപ്പർ സ്റ്റോൺ ഏജ്. എന്താ കോപ്പർ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാല്? കോപ്പർ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ചൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പും കല്ലും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അല്ലെ? സ്റ്റോൺ ടൂൾസ് ആൻഡ് കോപ്പർ ടൂൾസ് യൂസ്ഡ്. ഓക്കെ, എന്താന്ന് മനസ്സിലായോ? ചൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ കോപ്പർ സ്റ്റോൺ ഏജ് എന്താന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, നോർത്ത് വെസ്റ്റ്. എന്താ നോർത്ത് വെസ്റ്റ് നോക്ക്. മെഹ്ഗ ഇൻ പാകിസ്ഥാൻ is the earliest non-farming and pastoral settlement in Indian subcontinent. Perhaps it was here that humans first grew crops and tamed animals. The earliest evidence of settlement here dates to 7000 BCE, about 9000 years ago. Charred grains and bones of animals have been found here. Archaeologists have divided this stone age into several periods. എന്താ പറഞ്ഞേ? മെഹ്ർഗ. മെഹ്ർഗ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ്. മെഹ്ർഗ ഇൻ പാകിസ്ഥാൻ is the earliest non-farming. അറിയപ്പെടുന്ന ഒരു ഫാമിംഗ് പ്ലേസ് ആണ് ഇത് മെഹ്ർഗ. മെഹ്ർഗ is in Pakistan. Pastoral settlement in the Indian subcontinent. Then perhaps it was here that humans first grew crops and tamed animals. Tamed എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡൊമസ്റ്റിക്കേറ്റഡ്. tamed എന്ന് പറഞ്ഞാല് ഡൊമസ്റ്റിക്കേറ്റഡ്. ഇപ്പൊ ഈ മെഹ്ർഗ, പാകിസ്ഥാനിലെ മെഹ്ർഗയിലാണ് ആദ്യമായി ഫാമിങ്ങും അതുപോലെ ആനിമൽസിനെ ഡൊമസ്റ്റിക് ചെയ്ത് വളർത്താനും തുടങ്ങിയ സ്ഥലം. ഓക്കെ, മെഹ്ർഗ ഇൻ പാകിസ്ഥാൻ which was first used farming. ഫസ്റ്റ് ഫാമിംഗ് ആൻഡ് പിന്നെന്താ തുടങ്ങിയത് അവിടെ? ടേംഡ് ആനിമൽസ്, ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസിനെ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയ ആദ്യത്തെ സ്ഥലമാണ് ഇത് മെഹ്ർഗ. The earliest evidence of settlement here dates to 7000 BCE. ആദ്യമായി ഇവിടെ സെറ്റിൽമെന്റ് ഉണ്ടായത്, ആദ്യത്തെ സെറ്റിൽമെന്റ് ആണ് ഇവിടെ നടന്നിരുന്നത്. എവിടെ? മെഹ്ർഗയില്. പാകിസ്ഥാനിലെ മെഹ്ർഗയിലെ ഫാമിംഗ് സെറ്റിൽമെന്റും അതുപോലെ പാസ്റ്റൽ സെറ്റിൽമെന്റും ആദ്യമായി നടന്നതാണ്. എപ്പോഴാണെന്നറിയോ? 7000 BCE. 7000 BCE ഇവിടെ ഇങ്ങനെയുള്ള സെറ്റിൽമെന്റ് നടന്നത്, ആദ്യമായി നടന്നത്. അതായത് 7000 BCE മീൻസ് 9000 years ago. 9000 വർഷങ്ങൾക്ക് മുൻപ്. 9000 വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ മെഹ്ർഗയിലാണ് ആദ്യമായി ഫാമിംഗ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ പാസ്റ്ററൽ സെറ്റിൽമെന്റ് നടന്നത്. Then charred grains, കത്തിക്കരിഞ്ഞ ധാന്യങ്ങള്, ബോൺസ് ഓഫ് ആനിമൽസ്, ആനിമൽസിന്റെ എല്ലുകള്, ഇതൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. Mehrga in Pakistan. It is the earliest non-farming and pastoral settlement in the subcontinent. Then humans first grew crops and tamed animals here. It is about 9000 years ago, that is 7000 BCE. Then archaeologists discovered charred grains, bones of animals, etc. are from here. Then archaeologists divided this stone age into several periods. അങ്ങനെ ആർക്കിയോളജിസ്റ്റ് ഈ ഒരു കാലഘട്ടത്തെ പല തരത്തിലുള്ള പീരിയഡ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ആർക്കിയോളജിസ്റ്റ് ഹാവ് ഡിവൈഡഡ് ദി സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ഈ ചൽക്കോലിത്തിക് ഏജിനെ ആർക്കിയോളജിസ്റ്റ് പല
ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. വസുദേവേ, പ്ലീസ് വെയിറ്റ് ദ ഐ ക്യാൻ സി. Archaeologists divided this stone age into several periods, such as period 1, period 2, period 3, etc. Okay. അപ്പൊ അതെന്തൊക്കെയാ നോക്കാം. എന്താ വസുദേവേ പറ മോനെ. വസുദേവേ പറ. അൺമ്യൂട്ട് ചെയ്ത മോനെ. എന്ത് പറ്റിയ? ചാർജ് ഇല്ലേ? ഫോണിന് ചാർജ് ഇല്ല. കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ട്, ഫോണിന് ചാർജ് ഇല്ല. കറണ്ട് ഉണ്ടായിട്ടാ. എവിടെ പോയി കറണ്ട്? കള്ളത്തരം പറയല്ലേ. ഇത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പല്ല, ഇവിടെ ഉണ്ടായിട്ടാ. ഇല്ലേ? ഓക്കെ, ഓഫ് ആവുന്നവരെ ഇവിടെ ഇരിക്കുക. ഓഫ് ആവുമ്പോ നമുക്ക് എടുത്തിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഓഫ് ആവുന്നവരെ ക്ലാസ് കാണാം. അങ്ങനെ നമ്മൾ പറഞ്ഞു സൽക്കോലിത്തിക് ഏജിനെ അല്ലെങ്കിൽ സ്റ്റോൺ ഏജിനെ, കോപ്പർ സ്റ്റോൺ ഏജ് ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് പാർട്സ്. ഫസ്റ്റ് വൺ പീരിയഡ് 1, നെക്സ്റ്റ് വൺ പീരിയഡ് 2, പീരിയഡ് 3. These are the three parts of stone age. Listen, period 1. Period 1 ശ്രദ്ധിക്കുക. 7000 to 5500 BCE. ആദ്യത്തെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത് 7000 മുതൽ 5500 BCE വരെയാണ്. എത്ര മുതലാ? 7000 മുതൽ 5500 BCE വരെ. ശ്രദ്ധിക്കുക. Wheat and barley were perhaps the main crops. Farmers kept cattle, sheep and goats. Bones of all these animals have been found at this site. The houses were simple mud structures, square of rectangular in shape. No pottery has been found. Burial sites, however, are many in number. The graves contain objects such as stone axes, ornaments of seashells, limestone. അടുത്ത എന്താ വായിക്കാം? എന്താ വായിക്കാം? ടർക്കോയിസ്. എന്താ വായിക്കാം? ടർക്കോയിസ്. നെക്സ്റ്റ് വൺ ലാപ്പിസ്ലസ്യൂലി. എന്താ വായിക്കാം? ലാപ്പിസ്ലസ്യൂലി. വായിച്ചേ. ടർക്കോയിസ്, ലാപ്പിസ്ലസ്യൂലി. All of you read loudly. വായിച്ചോ? ലാപ്പിസ്ലസ്യൂലി. Yes. And sandstone along with figures of women and animals. നോക്ക്, അന്നത്തെ കാലത്ത് മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റും ബാർലിയാണ്. പിന്നെ ഫാർമേഴ്സ് ആനിമൽസിനെ, അതായത് ഗോഡ്സ്, ഷീപ്പ്, കാറ്റിലിനെ ഒക്കെ വളർത്തിയിരുന്നു. പിന്നെ വീടുകള്, ദ ഹൗസസ് വർ സിമ്പിൾ ആൻഡ് മഡ് സ്ട്രക്ചേഴ്സ്. സിമ്പിൾ ഹൗസസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. പീരീഡ് 1, അതായത് 7000 മുതൽ 5500 BC വരെയുള്ള കാലഘട്ടത്തില് മഡ് ഹൗസസ്, കുഞ്ഞു കുഞ്ഞു ഹൗസുകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇനി the graves contain objects such as stone axes, ornaments of seashells, etc. കുറെ ഓർണമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റോൺ ആക്സസ് ഇതൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഓർണമെന്റ്സ് ഓഫ് സീഷെൽസ്. ഇനി എന്താ ടർക്കോയിസ് എന്ന് പറഞ്ഞാല്? ടർക്കോയിസ് എന്ന് പറഞ്ഞാൽ നീലരത്നം എന്ന് കേട്ടിട്ടുണ്ടോ? നീലരത്നം. ടർക്കോയിസ് മീൻസ് നീലരത്നം. അതുപോലെ ലാപ്പിസ്ലസൂലി. എന്താ? ലാപ്പിസ്ലസൂലി. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇന്ദ്രനീലം. എന്താണ്? ഇന്ദ്രനീലം. നീലരത്നം എന്ന് പറഞ്ഞാൽ ടർക്കോയിസ്, ലാപ്പിസ്ലസൂലി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം. അതുപോലെ സാൻഡ്സ്റ്റോൺ along with figures of women and animals. Okay. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പുതിയ വേർഡ്സ് പഠിച്ചു. ടർക്കോയിസ്, ടർക്കോയിസ് എന്ന് പറഞ്ഞാൽ നീലരത്നം, ലാപ്പിസ്ലസൂലി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം. Then period 2, 5500 to 4800 BCE. 5500 മുതൽ 4800 BCE വരെയുള്ള കാലാണ് പീരീഡ് 1. പീരീഡ് 2. പീരീഡ് 3 എന്ന് പറയുന്നത് 4800 മുതൽ 3500 BCE വരെ. ഇനി ആ കാലഘട്ടം എന്താ നോക്ക്. Pottery makes its appearance in period 2. A lot of evidence of manufacturing activity has also been found.
Glazed fines beads were produced. Terracotta figurines were detailed. Figurines of women and different hairstyles and ornaments and were decorated with paint. Burial goods were limited only to ornaments during this period. അപ്പം നമ്മൾ പറഞ്ഞു പീരീഡ് 1 എന്തായിരുന്നു? കാറ്റലിനെ ഷീപ്പിനൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെയാന്ന് പറഞ്ഞു. ഇനി പീരീഡ് 2 എന്തായിരുന്നു? പോട്ടറി മേക്കിംഗ്, പാത്രം നിർമ്മാണം നടന്നിരുന്നത്. പിന്നെ എന്താ? ഗ്ലേസ്ഡ് പെയിന്റ്സ് ബേഡ്സ് വർ പ്രൊഡ്യൂസ്ഡ്. തിളങ്ങുന്ന പെയിന്റ്സ് ഒക്കെ അവര് പ്രൊഡ്യൂസ് ചെയ്തു. ടെറാക്കോട്ട ഫിഗറിൻസ് വർ ഡീറ്റെയിൽഡ്. പിന്നെ ഫിഗറിൻസ് ഓഫ് വിമൻ ഹാഡ് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ് ആൻഡ് ഓർണമെന്റ്സ് വർ ഡെക്കറേറ്റഡ്. ഇതൊക്കെ അവര് ഹെയർ സ്റ്റൈലും ഫിഗർ ഇങ്ങനെ ഓരോരാളുടെ ഫിഗർ ഒക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആ ഡെക്കറേഷനിൽ കൂടുതൽ പ്രാവീണ്യം കാണിച്ചത് സെക്കൻഡിലായിരുന്നു, പീരീഡ് സെക്കൻഡിലായിരുന്നു. ഇനി ലാസ്റ്റ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് വെസ്റ്റ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? മെഹർഗ. പാകിസ്ഥാനിലെ മെഹർഗ ആയിരുന്നു അല്ലേ? ഇനി നോർത്ത് ഈസ്റ്റ് എന്താ നോക്കാം. എവിഡൻസസ് ഓഫ് സെറ്റിൽമെന്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഇൻ ദ ഗാരോ ഹിൽസ് many sites in places such as Selbagiri, Tabrongri, Mismagiri and Rogram, Alagiri have yielded material remains of the Stone Age. In Manipur, stone and bone tools have been found. A stone axe dating back to this period has been found in Mizoram. It is quite big and thin. In Tripura, places such as Teliamura, Jirania, Mohanpur, Bishalgarh, Agartala have yielded Stone Age remains. Here, instead of stone, fossil wood which is locally available was used to make tools. Davojali Harding is an important Neolithic site in Assam. Extensive digging at this site has yielded polished stone tools, ceramics and kitchen items such as corn grinders, vessels and mortars. A large number of pots have also been found. All these finds suggest that people here were growing and storing grains and preparing food. North East, Garo Hills sites ഏതൊക്കെയാ? ഗാരോ ഹിൽസിലെ കുറെ സൈറ്റ്സ് പറയുന്നുണ്ട്. സെൽബഗിരി, തബ്രോങ്കിരി, മിസ്മാഗിരി, റോങ്ഗ്രം, ആൽഗിരി. പിന്നെ അതുപോലെ മണിപ്പൂർ സ്റ്റോൺ ആൻഡ് ബോൺസ് ടൂൾ ഹാവ് ബീൻ ഫൗണ്ട്. മണിപ്പൂരിൽ നിന്ന് സ്റ്റോൺ ടൂൾസും അല്ലെങ്കിൽ ബോൺ ടൂൾസും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ ആക്സ് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? മിസോറാമിൽ നിന്ന്. ഈ സ്ഥലങ്ങളൊക്കെ വായിച്ചു പഠിക്കാം. ഇത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ടെൻഷൻ ആവും. അപ്പൊ വായിച്ച് പഠിക്കുക. ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കൂല. അതുകൊണ്ട് നിങ്ങൾ 3-4 പ്രാവശ്യം വായിക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. നോർത്ത് ഈസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. വായിച്ചോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോനെ. ഇനി ഏതിന്റെ നോട്ടാ തരാനുള്ളത്? ഇനി തൊട്ട് പുറത്തെ വാക്യത്തിന് നോട്ട് തന്നിട്ടില്ലെന്നാ തോന്നുന്നു.
അതിന് തന്നു. അത് മാത്രമല്ലേ നമ്മൾ തരാനുള്ളൂ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനൊരു കാര്യം എല്ലാവരോടും കൂടെ പറയാം. നമ്മുടെ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ നോട്ട്സ് ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ സെൻഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. വെക്കേഷൻ തുറന്നു വരുന്നതിന് മുമ്പ്, മീൻസ് അടുത്ത ഞായറാഴ്ചക്കുള്ളില് നോട്ട് കംപ്ലീറ്റ് ആക്കി സെൻഡ് ചെയ്യാം. ഒരുപാട് ദിവസമുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച ആകുമ്പത്തേ നോക്ക്, തിങ്കളായതേ ഉള്ളൂ. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ അല്ലേ? അതുകൊണ്ട് ക്രിസ്മസിന് ഒരു ദിവസം മാത്രം എല്ലാവരും ലീവ് എടുക്കുക. ക്രിസ്മസിന്റെ അന്ന് മാത്രം. ബാക്കിയുള്ള ദിവസം എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്യാം. എന്താടാ ഹെവനെ, മിസ്സേ ലീവ് അല്ലേ മിസ്സേ, ഞാനിത് എങ്ങനെ എഴുതും? അതന്നെ അതന്നെ, അത് വേണ്ട കേട്ടോ മിസ്സേ, എനിക്ക് കളിക്കണം വേണ്ട, നടക്കുകേ ഇല്ല കാര്യം. ഓക്കെ, ഇന്ന് നോട്ട് അയച്ചു. ഇന്ന് അയച്ചുതരാലോ. തരാം. ഇന്ന് തന്നെ ഞാൻ മുഴുവൻ നോട്ടും സെൻഡ് ചെയ്യാം. നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടാ. കുറേശ്ശെ കുറേശ്ശെ എഴുതാം. എഴുതുന്ന കാര്യം അന്നന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ എല്ലാവരോടും ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇനി ഓണം കഴിഞ്ഞല്ലേ കാണുള്ളൂ, അല്ല സോറി, ക്രിസ്മസ് കഴിഞ്ഞല്ലേ കാണുള്ളൂ. ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ഓക്കെ, ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് മുമ്പ് കാണൂടാ. ഹാപ്പി ക്രിസ്മസ്.